പണ്ടൊക്കെ ഈ പുഴയുടെ വക്കത്തുള്ള വീടൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയായിരുന്നു. അവിടെ ഉള്ളവരോട് നല്ല രസമായിരിക്കും. ഡെയിലി അവർക്ക് ഈ പുഴയിലൊക്കെ പോയി കളിക്കാം, പുഴ ഇങ്ങനെ കാണാം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പുഴയൊക്കെ കാണുമ്പോൾ നല്ലൊരു അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. പക്ഷെ ഞാനും ഈ പറയുന്ന പോലെ പുഴയുടെ വക്കത്ത് താമസിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സന്തോഷവും ഈ കൗതുകമൊക്കെ ഏറി വന്ന ഒരു മാസം അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് മടുക്കും. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇങ്ങനെ ഈ കാണുന്നത് ഓക്കെ, അതല്ലാതെ നമ്മൾ ഈ പുഴയുടെ അടുത്ത് പോയി കളിക്കുക, പുഴ വക്കത്ത് പോയി ഇരിക്കുക, അതൊക്കെ വളരെ കുറവായിരിക്കും. നമുക്കിങ്ങനെ മടുക്കും. പിന്നെ നമ്മളെ വീട്ടിൽ വല്ല വിരുന്നുകാരൊക്കെ വരുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ആ ഭാഗത്തേക്കൊക്കെ പോവുക, അല്ലാതെ നമ്മൾ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ ഈ കാണുന്നത് പുഴയുടെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ ചളി ഇങ്ങനെ അടിയിൽ നിന്ന് കോരിയിട്ട് ഇതിലിങ്ങനെ നിറയ്ക്കും. അവരൊന്നിച്ച് ഇതിൽ കൊണ്ടുവന്ന് നിറയ്ക്കും. ആ സാധനമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമ്മളവിടെയൊക്കെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അതുപോലെ ഈ കാണുന്നത് നമ്മുടെ മുരുവിൻ്റെ തോടാണ്. അതായത് നമ്മുടെ ഒയസ്റ്റർ ഇല്ലേ, അതിൻ്റെ നമ്മുടെ കക്ക അടുക്ക, അതായത് കല്ലുമ്മക്കായ പോലെയൊക്കെ അതിൻ്റെ ഉള്ളിൽ വലിയ ഇറച്ചി ഉണ്ടാവും. അതാണ് ഈ കാണുന്ന സാധനം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 12 വർഷത്തിലേറെയായിട്ട് ഞാൻ എലത്തൂർ പുഴയുടെ സൈഡിലാണ് എൻ്റെ വീട്. അതുപോലെ ഹസ്ബൻഡിൻ്റെ വീടാണെങ്കിൽ കല്ലായിപ്പുഴേൻ്റെ സൈഡിലാണ്. രണ്ട് സ്ഥലത്തും പുഴയുണ്ട്. പക്ഷേ എന്നാൽ കൂടെ ആകെ ഒരു തവണ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് തോണിയിൽ കയറിയിട്ടുള്ളൂ. അവിടെ കടത്തൊക്കെ ഉണ്ട്. പക്ഷേ ആകെ ഒരു തവണ ഞാൻ തോണി കയറിയിട്ടുള്ളൂ. ഒരു തവണ കയറിയപ്പോൾ തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പേടി കൊണ്ടാണോ താല്പര്യമില്ലായിട്ടാണോ എന്നറിയില്ല, ഞാൻ കയറിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കസിനൊക്കെ വന്നപ്പോൾ നമ്മൾ ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് തോണിയിൽ പോകാമെന്ന് കരുതി. അപ്പോൾ ഈ മഴ സമയമായതുകൊണ്ട് മഴ കഴിയാൻ വേണ്ടി കുറേ നേരം കാത്തു നിന്നു. അങ്ങനെ ഈവനിങ് ആണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല സൺസെറ്റൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ പുഴ അങ്ങനെ അധികം ചളിവിളിയായിട്ട് അങ്ങനെ കിടക്കുന്ന പുഴയൊന്നുമല്ല, നല്ല നീറ്റാണ്. കുളിക്കാനൊന്നും ആരും ഇറങ്ങില്ലെങ്കിലും നല്ല നീറ്റായി കിടക്കുന്ന പുഴയാണ്. നമുക്കങ്ങനെ ഒരു സ്മെല്ലോ അധികം വേസ്റ്റ് കൊണ്ടിടോ അങ്ങനെയൊന്നുമില്ല. നല്ല അടിപൊളി പുഴയാണ്. അതുമല്ല നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു കുഞ്ഞി ഐലൻഡ് പോലുള്ളൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ഈ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടുന്നൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഏരിയയൊക്കെയാണ്. പിന്നെ നമ്മളൊക്കെ അധികം ചൂണ്ടയിട്ടിട്ട് മീനിനൊക്കെ പിടിക്കാറുണ്ട്. അതായത് ഒരു വിധത്തിൽപ്പെട്ട എല്ലാ മീനുകളും അവിടുന്ന് കിട്ടാറുണ്ട്. അതുപോലെ മുരുവിനെ കിട്ടാറുണ്ട്, പിന്നെ ഞണ്ട്, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇതൊക്കെയായിരുന്നു പരിപാടി. അപ്പോൾ ഇതൊരു കുട്ടി വീഡിയോ ആണ്. നമ്മുടെ പുഴയുടെ കുറച്ച് ഏരിയ മാത്രമേ ഞങ്ങൾ പോയിട്ടുള്ളൂ. കാരണം മഴ വരാനിങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അധികം ഏരിയയിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. വളരെ കുറച്ച് ഏരിയയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടാറ്റ, ബൈ ബൈ.